ഹലോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ എങ്ങനെ പോകുന്നു എല്ലാവരുടെ ഈ പുതിയ വർഷം? 5-6 ദിവസമൊക്കെ നമ്മൾ പിന്നിട്ടു. എല്ലാവരും ഹാപ്പി ആയിട്ടും ചില്ല് ചെയ്തും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക, 1-ാം തീയതി തന്നെ ഒരു വീഡിയോ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, ചില പേഴ്സണൽ ഇഷ്യൂസ്, അതായത് മടിയൊക്കെ കാരണം അങ്ങ് നീണ്ടു പോയതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ഞാൻ ആദ്യമേ ആശംസിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കഴിഞ്ഞ വർഷം? എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒന്നും നല്ല വർഷമായിരിക്കത്തില്ല അല്ലേ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് 2025 എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത വർഷം, വലിയ ഇടിവും ചതവും ഒടിവും ഒന്നും ഇല്ലാതെ അങ്ങ് പോയി കേട്ടോ. അതിന് മുമ്പത്തെ വർഷത്തിലൊക്കെ ഹോസ്പിറ്റൽ കേസും അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയും അങ്ങനെയുള്ള പ്രശ്നം, പിന്നെ ധനനഷ്ടം, സാമ്പത്തിക പ്രശ്നം, അത് പിന്നെ എൻ്റെ കൂടപ്പിറപ്പായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഹോസ്പിറ്റൽ കേസുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അഡ്മിറ്റ് ആവേണ്ടി ഒന്നും വന്നില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും എനിക്കാണെങ്കിലും ഫാമിലിയിൽ ആരും തന്നെ അങ്ങനെ ഹോസ്പിറ്റൽ കേസ് ആയിട്ട് വിഷമിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. എന്തായാലും ദൈവത്തിൻ്റെ കൃപയാൽ ഇങ്ങനെ സന്തോഷമായിട്ട് പോയി. അതിനേക്കാൾ ഉപരിയായി 2025 എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു വർഷമായിരുന്നു. ഞാൻ എൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ +2 എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. പിന്നെ ഒരു പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി, അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി. ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് എന്താ പറഞ്ഞത്, അവരെയൊക്കെ ഒന്ന്, നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ പറ്റി. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു വർഷമാണ് 2025. പിന്നെ പറയാനാണെങ്കിൽ വലിയ രീതിയിൽ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല കേട്ടോ 2025. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ അതിനേക്കാൾ ഉപരി എൻ്റെ കെട്ടിയവനുമായിട്ട് നല്ല സന്തോഷമായിട്ട് മക്കളെയൊക്കെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് വലിയ അടിയും പിടിയും വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റിയൊരു വർഷം കൂടാണ് കേട്ടോ 2025. അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ അടിയും വഴക്കൊന്നുമില്ല. പിന്നെ മനുഷ്യന്മാരല്ലേ, തട്ടിയും കലവാകുമ്പോൾ തട്ട് മുട്ടും എന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ തട്ടുമുട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ തമ്മിൽ. എന്നാലും ഹാപ്പിയാണ്. ഭയങ്കര സന്തുഷ്ട ജീവിതമായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ 2026 അത് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ 2025 എങ്ങനെയുണ്ട്? എല്ലാവരുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സഫലീകരിച്ചോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു ചോദ്യചിഹ്നം മാത്രമായിരിക്കും നമുക്ക് ബാക്കിയായിട്ടുള്ളത് അല്ലേ. പക്ഷെ വിഷമിക്കണ്ട. എന്തിനു വിഷമിക്കുന്നു? 2026 2025 നടക്കാതെ പോയ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ 2026 നമുക്ക് നിറവേറ്റി കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം എന്താ പറയുക, നമുക്ക് ഒരാഗ്രഹിച്ച കാര്യം അന്നേരം നടന്നില്ല, എൻ്റെ സ്വപ്നം നടന്നില്ല, 2025 ഞാൻ അത് ആഗ്രഹിച്ചു, ഇത് ആഗ്രഹിച്ചു, അതൊന്നും എൻ്റെ ലൈഫിൽ കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. 2026 ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ സത്യം പറയാനാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിതല്ല, എനിക്കൊന്ന് എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റാണ്. പുതിയൊരു വർഷം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. എന്തുകൊണ്ടായിരിക്കും? പുതിയ വർഷത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്ന നല്ലൊരു വർഷമായിരിക്കും എന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മൾ അടുത്ത ഓരോ വർഷങ്ങളിലേക്ക് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് വർഷം ആയിരിക്കത്തില്ല എല്ലാ വർഷവും അല്ലേ. ചില വർഷങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത, സ്വപ്നത്തിൽ പോലും കാണാത്ത പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത്. പക്ഷെ നമ്മൾ ആ വർഷം ഫേസ് ചെയ്തിങ്ങനെ അടുത്ത വർഷത്തിൽ എത്തിയില്ലേ, അതിൽ നമ്മൾ എന്താ പഠിക്കണ്ടേ? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. പ്രശ്നങ്ങൾ വന്നു പറഞ്ഞ് നമ്മൾ സാഡായിട്ടോ ഡിപ്രസ്ഡ് ആയിട്ടോ വിഷമിച്ചിട്ടോ ബുദ്ധിമുട്ടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ ലൈഫിലൊരു പ്രശ്നം വന്നാൽ അത് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിനെ നെഗറ്റീവ് ആകുമ്പോൾ അതൊന്നും കൂടെ നമുക്ക് സ്ട്രെസ്സ് കൂടത്തേ ഉള്ളൂ. നമ്മുടെ ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട്, ഓക്കെ പ്രശ്നം വന്നു, എനിക്കിത് എന്തായാലും നേരിട്ടേ പറ്റത്തുള്ളൂ, ഇത് നേരിടാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം ജീവിതം ഇങ്ങനെ കിടക്കുകയാണല്ലേ. അപ്പോൾ നമ്മളതിനെ പോസിറ്റീവായിട്ട് നേരിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രോങ് ആയിട്ട് നേരിടുക. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ ഓരോ വർഷം സ്ട്രോങ് ആയിട്ട് നേരിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓരോ വർഷം നിങ്ങളുടെ ലൈഫിൽ സന്തോഷം മാത്രമായിരിക്കും ബാക്കി വരുന്നത്. വിഷമങ്ങൾ സങ്കടങ്ങളൊക്കെ ആർക്കാ ഇല്ലാത്ത? എല്ലാ മനുഷ്യർക്കും ഉണ്ടല്ലേ. പക്ഷെ അതിനെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു, അതിനെ നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മുടെ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സന്തോഷം. നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഭയങ്കര ആഗ്രഹങ്ങൾ, ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുമാണ്. കാരണം അവരുടെ നിലയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കാണും. പക്ഷേ അതൊന്നും എപ്പോഴും സാധിക്കണം എന്നില്ല അല്ലേ. പക്ഷേ നമുക്കിതൊക്കെ സാധിക്കുന്നില്ല. നമ്മുടെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ, അവരുടെ സന്തോഷം കാണാൻ, നമ്മുടെ മക്കളുടെ സന്തോഷം കാണാൻ, നമ്മുടെ ഫാമിലിയുടെ സന്തോഷം കാണാൻ, നമ്മുടെ സമയം കുറച്ച് ഫാമിലിക്ക് വേണ്ടി ചിലവാക്കുക, അതൊക്കെ പറ്റില്ലേ. അതൊക്കെ തന്നെ എന്തൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പം ചെറിയ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സന്തോഷം കണ്ടെത്തണം. അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ വിഷമിച്ചോ, പ്രശ്നമില്ല. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്ത് വിഷമിക്കാൻ പാടില്ല. അപ്പം നമ്മൾ ഈ ന്യൂ ഇയറിന് എന്ത് ചെയ്യണം? ന്യൂ ഇയർ കഴിഞ്ഞു, എന്നാൽ ഈ പുതിയ വർഷത്തിൽ നമ്മുടെ തീരുമാനം എന്തായിരിക്കണം? പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്യുക. നെഗറ്റീവ് ഒന്നും അടിക്കേണ്ട, പോസിറ്റീവായിട്ട് തന്നെ ആ പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വർഷം ആകട്ടെ, നല്ല ചില്ലായിട്ട് പോകട്ടെ. അപ്പം എന്താ പറയുക, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.